പകരം ഡ്യൂപ്ലിക്കേറ്റ് റെസീറ്റ് പ്രിൻ്റ് ചെയ്ത് അതിൽ നിന്ന് കുറച്ച് റെസീറ്റ് മുറിച്ച് അതാണ് ഓഡിറ്റിന് ഹാജരാക്കുന്നത്. അത് ഏത് ഫണ്ടിലാണത്? തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ. പിന്നീട് ധനരാജ് ഫണ്ടിലോ? ധനരാജ് ഫണ്ടിൽ വരവ് കംപ്ലീറ്റ് ഉൾപ്പെടുത്തിയില്ല, ചെലവിലാണെങ്കിൽ കൂടുതൽ തുക ഉൾപ്പെടുത്തി. ഈ വിഷയമാണ് ധനരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഫാമിലിക്കടക്കം പ്രയാസം ഉണ്ടായിരുന്നല്ലോ, സാമ്പത്തിക ബാധ്യതയടക്കം, അതെങ്ങനെയാണ് പിന്നീട് മാധ്യമങ്ങളൊരു പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവന്നപ്പോഴാണ് ആ പണം പാർട്ടി അടക്കാൻ സന്നദ്ധമായത്. ഇതിപ്പോൾ എത്രത്തോളം തുക വന്നു എന്നാണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്? കാരണം താങ്കൾ ഈ രണ്ട് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ധനരാജ് ഫണ്ടും കെട്ടിട നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 90 ലക്ഷത്തിലേറെ രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ നഷ്ടപ്പെട്ട തുക എങ്ങോട്ട് പോയി എന്നാണ് താങ്കൾ കരുതുന്നത്? അറിയില്ല. താങ്കൾ നേരത്തെ ഈ പയ്യന്നൂരിലെ നിലവിൽ MLA ടി എ മധുസൂദനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു, അദ്ദേഹത്തിന് ഇതിൽ പങ്കുണ്ടെന്നുള്ളത്. ഉന്നയിച്ചിട്ടില്ല, ആരോപണമൊന്നും ഉന്നയിച്ചിട്ടില്ല. ഞാൻ വസ്തുത നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. താങ്കൾ ബോധ്യപ്പെടുത്തിയെന്ന് പറയുന്ന വസ്തുതയിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു. ചിലപ്പോൾ ടി എ മധുസൂദനെതിരെ വരുന്നത്, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, കെട്ടിട നിർമ്മാണ കമ്മിറ്റിയുടെ സെക്രട്ടറി ടി എ മധുവാണ്. അതിൻ്റെ കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ തയ്യാറാക്കി അവതരിപ്പിച്ച് അംഗീകരിപ്പിക്കുക എന്നുള്ളത് അയാളുടെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിവിൽ അയാൾ ഉപയോഗിച്ച റെസീറ്റാണ് കാണാതാകുന്നത്. അതിന് പകരമാണ് വ്യാജ റെസീറ്റ് അച്ചടിക്കുന്നത്. അദ്ദേഹം അച്ചടിച്ചു എന്ന് താങ്കൾക്ക് ബോധ്യമുണ്ട്? അദ്ദേഹം അച്ചടിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കമ്മീഷൻ മുമ്പാകെ നൽകിയ മൊഴി ഓഫീസ് സെക്രട്ടറി അച്ചടിച്ചു എന്നാണ്. പക്ഷേ അത് അദ്ദേഹം അറിഞ്ഞായിരിക്കും. അച്ചടിച്ചു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം അറിഞ്ഞായിരിക്കണമെന്ന്. നിങ്ങൾ ഉപയോഗിച്ച ഒരു റെസീറ്റ് നഷ്ടപ്പെട്ടാൽ ഞാൻ എന്തിനാണ് പകരം റെസീറ്റ് അടിക്കുന്നത്? എൻ്റെ ചോദ്യം അത്രയേ ഉള്ളൂ. നിങ്ങളൊരു റെസീറ്റ് ഉപയോഗിച്ച് ഫണ്ട് പിരിച്ചു, ആ റെസീറ്റ് നഷ്ടപ്പെട്ടു, അതിന് പകരമായി ഞാനെന്തിനാ റെസീറ്റ് അച്ചടിക്കുന്നത്, വ്യാജ റെസീറ്റ് അച്ചടിക്കുന്നത്? നിങ്ങൾക്കല്ലേ അതിൻ്റെ ഉത്തരവാദിത്വം. അത്രയേ ഉള്ളൂ. രൂപ കണക്കാക്കണമെങ്കിൽ ആ ഫണ്ട് റെസീറ്റ് തിരിച്ചു കിട്ടിയാലല്ലേ പറയാൻ പറ്റും. ഈ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടും ഇത് തന്നെയാണ്, ഇത് ഈ സമാന രീതിയിലാണ് സംഭവിച്ചത്? അല്ലല്ല, രക്തസാക്ഷി ഫണ്ട് മുഴുവൻ അക്കൗണ്ടിൽ വന്നിട്ടുള്ള പണമാണ്. അതിൽ കണക്ക് അവതരിപ്പിക്കുമ്പോൾ ആ സംഖ്യ മുഴുവൻ കണക്കിൽ വന്നില്ല എന്നുള്ളതാണ് വിഷയം. ഏതാണ്ട് ഒരു 10 അല്ല, എവിടെ പോയി എന്നൊന്നും നോക്കിയിട്ടില്ല. ഏതാണ്ട് 10 ലക്ഷത്തിൻ്റെ കുറവുണ്ടായി, ചെലവിൽ കൂടുകയും ചെയ്തു. അതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ഇത് CPIM ജില്ലയിലെ തന്നെ ഏറ്റവും പ്രമുഖരായ നേതാക്കളെ വെച്ചൊരു കമ്മീഷൻ വെച്ച് അന്വേഷിച്ച വിഷയങ്ങളായിരുന്നു. ആ വിഷയങ്ങളിൽ അവർ കൃത്യമായി കണ്ടെത്തലുണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷെ നടപടിയിലേക്ക് പോയില്ല എന്നുള്ളതാണ് താങ്കളുടെ ഒരു പരാതി. കണ്ടെത്തലുണ്ടായിട്ടില്ല. ആ കണ്ടെത്തലാണ് ഞാൻ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പയ്യന്നൂരിലെ ഈ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നയാ പൈസ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇതാണ് കമ്മീഷൻ്റെ കണ്ടെത്തൽ. വ്യക്തിപരമായി ഒരാളും ഒരു പൈസ അപഹരിച്ചിട്ടില്ല. ഈ രണ്ട് കാര്യവും പറഞ്ഞു കമ്മീഷൻ. അപ്പോൾ അത് കണ്ടെത്തലായി ഞാൻ അംഗീകരിക്കുന്നില്ല. അല്ല, അതിനുശേഷം വന്ന ഏരിയ സെക്രട്ടറിക്ക് ഇതിൽ പങ്കുണ്ട്. KP മധു. വേറെ പാർട്ടി നടപടിയെടുത്തതുണ്ടല്ലോ. ഇപ്പോൾ ടി വിശ്വനാഥന ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി ബ്രാഞ്ചിൽ ലോക്കൽ കമ്മിറ്റിയിലേക്ക് മാറ്റി. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തിരിച്ച് ഏരിയ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നു. പിന്നെ KK ഗംഗാധരൻ, ഈ KP മധു, ഇവരുടെ പേരിൽ ചെറിയ നടപടി, ശാസിക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ 4-5 പേർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടിയെടുത്തു. ആ നടപടിയെല്ലാം ധനാപഹരണം നടത്തിയതല്ല, ഈ കണക്ക് അവതരിപ്പിക്കാൻ വൈകി എന്നുള്ളതിൻ്റെ പേരിലാണ്. ജാഗ്രതക്കുറവ്. അതിൽ ഈ സാധാരണഗതിയിൽ പാർട്ടി കൂട്ടായി ഫണ്ട് പിരിക്കുന്ന ഒരു രീതിയാണ് പഴയ കാലത്ത്. സമീപകാലത്ത് ഒറ്റക്കൊറ്റക്ക് ഫണ്ട് പിരിക്കുന്ന ഒരു രീതിയാണ്. ആ ഒറ്റക്ക് ഫണ്ട് പിരിക്കുന്ന രീതി കൃത്രിമം നടത്താൻ ഏറെ സഹായകരമായ ഒന്നാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം അയാൾ എത്ര പിരിച്ചു എന്നുള്ളത് മറ്റാരും അറിയുന്നില്ല. ഞാനും നീയും കൂടിച്ചേർന്ന് ഫണ്ട് പിരിവിന് പോയാൽ ഇന്നയാൾ എത്ര കാശ് തന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മാത്രമല്ല എനക്കും അറിയാം. നിങ്ങളൊരു കണക്ക് കമ്മിറ്റി മുമ്പാകെ വെക്കുമ്പോൾ അതിൽ പെശകുണ്ട് എങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. കാരണം എനിക്കറിയാം. ഒരാൾ മാത്രമായി ഫണ്ട് പിരിവിന് പോയാൽ മറ്റാരും അറിയുന്നില്ല. ഒരാൾ ഇപ്പോൾ 1 ലക്ഷം സംഭാവന കൊടുത്ത ആൾ, അയാൾ 1 ലക്ഷം തന്നെയാണോ കൊടുത്തത് എന്ന് മറ്റാരും അറിയുന്നില്ല.
ഇയാൾ ചിലപ്പോൾ കണക്ക് അവതരിപ്പിക്കുമ്പോൾ 50,000 കിട്ടിയെന്നായിരിക്കും കണക്കിൽ ചേർക്കുന്നത്. റെസിപ്റ്റ് 50,000 റെസീറ്റ് മാറ്റി മുറിച്ചത് ഞാൻ പറഞ്ഞില്ലേന്ന്. മുറിച്ച റെസീറ്റ് നഷ്ടപ്പെട്ടതായി പറയുകയും വ്യാജ റെസീറ്റ് അച്ചടിക്കുകയും അതുവഴി വ്യാജ റെസീറ്റ് അടിക്കുമ്പോൾ 1,00,000 റെസീറ്റ് ഉള്ളത് 50,000 ആക്കി മുറിക്കുന്നതിന് തടസ്സം. അപ്പോൾ അത് ആരുടെയൊക്കെ റെസീറ്റ്, ആരുടെ കയ്യിലുള്ള റെസീറ്റൊക്കെയാണ് ഈ ഇതിൽ? ഒന്ന് TM സൂത്രൻ, അതേ ഉള്ളൂ. സി കൃഷ്ണൻ ഫണ്ട് പിരിച്ചിരുന്നു, അതിൽ ഒരു തർക്കവും ഒരു വ്യത്യാസം ഉള്ളതായില്ല. സി സത്യപാലൻ ഫണ്ട് പിരിച്ചിരുന്നു, അതിലും വ്യത്യാസം ഉള്ളതായി ഇല്ല. ഈ വിഷയങ്ങളൊക്കെ താങ്കൾ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷെ പാർട്ടിയുടെ എനിക്ക് തോന്നുന്നു സംസ്ഥാന നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിലേക്ക് അടക്കം ഈ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. പാർട്ടി ഒരു തരത്തിലും ഈ കാര്യങ്ങളിൽ താങ്കൾ പറയുന്ന ഭാഗം കേട്ടില്ല എന്നാണോ? അല്ല, സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ട് പരിഹാരം കാണാനുള്ള ശ്രമം നടത്തുക എന്നുള്ളത് സംസ്ഥാന നേതൃത്വത്തിന് ചെയ്യാൻ പറ്റും. സംസ്ഥാന നേതൃത്വം നേരിട്ട് ഇടപെടില്ല. കാരണം ജില്ലാ കമ്മിറ്റിക്ക് കീഴിലാണല്ലോ പയ്യന്നൂർ ഏരിയ, ജില്ലാ കമ്മിറ്റിയാണല്ലോ കൈകാര്യം ചെയ്തിട്ട്. അപ്പോൾ ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുക. അപ്പോൾ ജില്ലാ കമ്മിറ്റിയാണ് കമ്മീഷൻ വെക്കുന്നത്. ആ കമ്മീഷൻ പൂർണ്ണമായും സത്യവിരുദ്ധമായ റിപ്പോർട്ടാണ് നൽകിയത് എന്ന ആക്ഷേപമാണ് അന്നും ഇന്നും എനിക്കുള്ളത്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ പ്രവർത്തനത്തിൽ നിന്ന് മാറിയുന്നത്. എന്തുകൊണ്ടാണ് പിന്നെ കമ്മീഷൻ പോലും അങ്ങനെ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി പോലും അത് അംഗീകരിക്കണമെങ്കിൽ അതിന് കാരണം എന്താണ്? അത് തെറ്റിയത് നേതാക്കന്മാരെ സംരക്ഷിക്കുക എന്നതാണ്. അതാണ് പാർട്ടി നയം അല്ല. പിന്നെ ആരാണ് അത് സംരക്ഷിക്കുന്നത്? അത് CPM കണ്ണൂർ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ധൻരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിലാണ് ഈ പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നത്. ഈ ഫണ്ടിൽ CPIM നേതാക്കൾ വൻ തട്ടിപ്പ് നടത്തി എന്ന വെളിപ്പെടുത്തലാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുന്നത്. പയ്യന്നൂർ MLA അടക്കം ഇതിൽ ഇടപെട്ടു, പൈസ മുക്കി, 90 ലക്ഷത്തിന്റെ തിരിമറി അവിടെ നടന്നു എന്നൊരു ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്.